വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് വിക്സിൻ്റെ എക്സ്പയറി ഡേറ്റ് തപ്പിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തേച്ചപ്പോൾ അതിന് ചെറിയൊരു മണവ്യത്യാസം അത് തന്നെ. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പയറി ആയി ഗൈസ്. ഞാൻ 2023 കൊണ്ടുവന്ന വിക്സാണ്. ഞാൻ തൊട്ടിട്ട് പോലുമില്ല, ഇടക്കെങ്ങാനും യൂസ് ചെയ്തത്. പക്ഷേ ഇന്നലെ തേച്ചപ്പോൾ അതിനൊരു ചെറിയ സ്മെല്ല് വ്യത്യാസം. സോ അത് ഈ നവംബർ തീരുവാണ് ഗൈസ്, 11-ാം തീയതി. പക്ഷേ വേറൊരു സംഭവമുണ്ട് ഗൈസ്. മെയിൻ സംഭവം വിക്സ് അല്ല ഗൈസ്. ഇത് എക്സ്പയറി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കോൺട്രാക്റ്റ് തീരാറായി ഗൈസ്. അതെ, നമ്മൾ കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ വന്നതാണ്. ഇന്നേക്ക് ഏകദേശം 1 വർഷമായി. അപ്പോൾ നമുക്ക് പുതിയ വീട്ടിലായിട്ട് മാറണം ഗൈസ്. റെൻറ്റ്, ഡെപ്പോസിറ്റ്, പുതിയ വീട്, വ്യൂവിങ്. അപ്പോൾ തുടങ്ങിയാലോ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. ഉറക്കപ്പിച്ചിരിക്കുന്നു പുല്ല്. അങ്ങനെ ക്ലാസ് വെച്ചേക്കാം. മെനകേട് തോന്നിയാൽ രാവിലെ ആണ് ഗൈസ്, അതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ UK വന്നിട്ട് ഇത് നമ്മുടെ 2ാമത്തെ വീടാട്ടോ. ഇനി 3ാമത്തെ വീട്ടിലായിട്ട് മാറിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കോൺട്രാക്റ്റ് തീരാറായി. ഈ അടുത്ത് തന്നെ 9-10 കൂടിയേ ഉള്ളു. അപ്പോൾ അവർ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് പുതുക്കി കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഇൻക്ലൂഡിങ് ബിൽസൊക്കെയാണ്, അത് എക്സ്ക്ലൂഡ് ആകും. അപ്പോൾ നമ്മൾ വാട്ടർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് മുതലായതിൻ്റെ ബിൽസ് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്യായ യൂസ് ആയത് കാരണം നമുക്കറിയാം എന്തോരെ അത് വരുമെന്ന്. സോ ഒരു ഇൻക്ലൂഡിങ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി കിട്ടിയപ്പോൾ നമ്മളങ്ങോട്ട് ചാടുവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള എല്ലാ സാധനങ്ങളും കാണുന്നുണ്ടോ, റൂം, ഈ സാധനങ്ങൾ മൊത്തവും നമുക്ക് മറ്റൊരു വീട്ടിലായിട്ട് മാറ്റണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പൊളിച്ചെടുക്കും? ഫെവിക്വിക്ക് വെച്ചാൽ ഞാൻ ഒട്ടിച്ച് വെച്ചേക്കണം, സംഭരാന്നറിയാം. അപ്പോൾ ഇത് മൊത്തം കിടക്കയും നല്ലവണ്ണം എല്ലാം പെട്ടി ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ പെട്ടിയിലാക്കി നേരെ നമുക്ക് വേറെ വീട്ടിലായിട്ട് ചാടിക്കണം. അപ്പോൾ അതിന് നാളെയാണ് പറഞ്ഞേക്കണം. നാളെ വണ്ടി വരും. അപ്പോൾ എനിക്ക് ഇന്ന് പറ്റണ അത്രയും പരിപാടിയും സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി വെക്കണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് വർക്കുണ്ട്. വർക്ക് ഇനി നട്ടപ്പാതിരൊക്കെ വരുള്ളൂ. പിന്നെ നാളെ വണ്ടി വരുമ്പോൾ സമയമില്ല. സോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ആദ്യം തന്നെ കുറച്ച് റൂം കാണിച്ചു തരാം. കുറേ പേർ റൂം ടൂറൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ടൂറൊന്നും അടിക്കാൻ മാത്രം ഇല്ലടാവേ, ഞാൻ കാണിച്ചു തരാം എന്താണെങ്കിലും. നിങ്ങളെ മിക്ക വീട്ടിലും കാണുന്ന എൻ്റെ സ്ക്വിഡ് ഗെയിമിൻ്റെ സാധനം കണ്ണപ്പറിൽ 5 പൗണ്ടാണ് ഞാൻ ക്യാഷ് കൊടുത്ത്. പിന്നെ എൻ്റെ റൂമിലെ ടേബിളും അതും ഇതൊക്കെ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പൂവാട്ടോ കേസ്. പക്ഷേ മാടിപ്പോയി കേസ്, നല്ല പൂവായിരുന്നു. എനിക്ക് പിന്നെ സമയമില്ലായിരുന്നു മാറ്റാൻ, അത് കാരണമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണം. പക്ഷേ ഇതിനൊരു ഭംഗിയുണ്ട്, കണ്ടില്ലേ? എസ്തെറ്റിക് കണ്ട, സൺലൈറ്റൊക്കെ ആണെന്നടിക്കുമ്പോൾ എസ്തെറ്റിക് മൂഡാണ്. പുല്ല് വെള്ളമൊക്കെ പറ്റിപ്പോയി ഗൈസ്. ഇനി ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇത് പ്ലാസ്റ്റിക്കാ, ഇത് തന്നെ പ്ലാസ്റ്റിക്കാ. ഇത് കൂടാതെ എൻ്റെ കയ്യിൽ വേറൊരു ഐറ്റം ഉണ്ട്. ഞാനത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മെക്സിക്കൻ മിൻറ്റ് അഥവാ പനിക്കൂർക്ക. അത് ഞാനിവിടെ ഏതോ മാർക്കറ്റ് പ്ലേസിലോ അവിടെ ഞാൻ കിടന്നത് 5 പൗണ്ടിന് കൊടുക്കാനായിട്ടേക്കണം മെക്സിക്കൻ മിൻറ്റ് പനിക്കൂർക്ക. ഇവിടുത്തെ കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഇട്ടപ്പോൾ അതിനകത്തുനിന്ന് കിളുത്തു വന്നത് സ്പൈഡർ പ്ലാന്റ്. ലാഭം 2 ഏത് ഇതൊക്കെ വേറെ സ്ഥലത്ത് വെക്കണം. എന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അക്യൂറി ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് മണ്ണാണ്. എന്ന് വെച്ചാൽ അക്യൂറത്ത് ഇടുന്ന സുഖമില്ല, അത് ഞാൻ ഇതിനകത്തെടുത്ത് വെച്ചെന്നുള്ള. അതൊക്കെ ഇനി വിൽക്കണം. പുല്ല് ഇതാട്ടോ ഗൈസ്, ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ കണ്ടോ ഞാൻ താമസിക്കുന്നത്. ഗൈസ് ഇത് തീർ പ്ലേസ് ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് പോകാൻ ചെറിയ സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ നല്ല നെയ്ബർഹുഡാണ്, അത്യാവശ്യം റിച്ച് ടീമൊക്കെ. അത് കാരണം വലിയ കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഈസ്റ്റ് ഹാമിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്ന. അറിയാമല്ലോ ഇവിടെ വന്നവർക്ക് അറിയാം ഈസ്റ്റ് ഹാമിൻ്റെ അവസ്ഥയൊക്കെ. പക്ഷെ അതൊക്കെ വെച്ചാൽ നല്ല സൈലൻറ്റ്, നല്ല ക്ലീൻ, ഒരു രക്ഷയില്ല. ഒരുമാതിരി സ്ഥലമുണ്ടോ ഇവിടെ. എന്ന് വെച്ചാൽ ഇത് കനറി വർഫിൻ്റെ അടുത്തായിട്ടാണ്. എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു തരില്ല. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകണമെന്ന് വെച്ചാൽ ഫോർഡ് എൻ്റെ തൊട്ടപ്പുറത്ത് 2 സ്റ്റോപ്പ് അപ്പുറം അങ്ങോട്ടാണ് പോകാൻ പോണത്. സോ അപ്പോൾ അങ്ങോട്ട് സാധനങ്ങളൊക്കെ മാറണം. പിന്നെ വേറെ തന്നെ എൻ്റെ റൂമിൽ ടൂർ അടിക്കാൻ എന്ത് കണ്ടില്ലേ, ഈ സാധനം അറിയാമല്ലോ, ഞാൻ വർക്കൗട്ട് ചെയ്യണ ബെഞ്ചാണ്. അപ്പോൾ ഇതൊന്നും കാര്യമാക്കേണ്ട. ഇതെൻ്റെ ഹുഡി, പാൻറ്റൊക്കെയാണ്. പിന്നെ എനിക്ക് ഈ ഡമ്പലൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയാട്ടെ. ഇവിടെ നിന്ന് വേസ്റ്റ് കളയാൻ പോയപ്പോൾ അവിടെ ആൾക്കാർ വേണ്ടാണ്ട് വെക്കും. അതാണ് ഇത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് താമസിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനമൊക്കെ അവർ വെറുതെ ഈ ടേബിളില്ലേ, ഈ ടേബിള് ഇത് അങ്ങനെ കിട്ടിയതാ. ടേബിള്, ഈ കസേര അവർക്ക് വേണ്ട. നമുക്കിതൊക്കെ പുണ്യം വരെയാ അല്ലേ. പിന്നെ അവിടെ ഒരു ടേബിളുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാ കേട്ടോ. അത്ര ഇതല്ല, ഞാൻ ക്യാഷും കിട്ടുന്ന മേടിക്കുക. ഏത് പിന്നെ എന്നതാ എൻ്റെ ഡമ്പൽ, ഇതിനെ ഞാൻ മേടിച്ച മുട്ട, ഇത് എന്നതാ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ. പിന്നെ ഗൈസ് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സെറ്റപ്പ് ആട്ടോ. പുല്ല് ഷഡ്ഡിയൊക്കെ കിടക്കണേ. ഇതെന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ ഞാൻ അത് കമ്പിയൊക്കെ ആക്കി ഞാനിട്ട് തുണി ഉണക്കാൻ വേണ്ടി സെറ്റാക്കിയതാണ്. എങ്ങനെയുണ്ട്? അടിപ്പനല്ലേ. നാളെ നമ്മുടെ ഫുഡും കാര്യമൊക്കെ ആയിരുന്നു. അത് വെള്ളം, പിന്നെ നമ്മുടെ ബെഡും. പിന്നെ ഇത് വുഡാട്ടോ ഗൈസ്. ഈ വുഡിനകത്ത് ഇത് നടക്കുമ്പോഴാണ് ഈ ഒച്ച കേൾക്കണം ചെറിയ. അത് ഈ വീട് ഫുള്ള് വുഡാണെന്നാണ് പറഞ്ഞേക്കണം അവർ. പൊക്കത്ത് വേറൊരു നിലയുണ്ട്, അവിടെ നമ്മുടെ കമ്പനിക്കാരൊക്കെ ഉണ്ട്. റൂമുണ്ട്, നമ്മൾ കുറച്ച് പേരുണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലം.
അതവിടെ അറിഞ്ഞ് കിടക്കട്ടെ. പിന്നെ നമുക്കില്ല അവിടെ ഇട്ടൊരു സ്റ്റോർ റൂമുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് പെട്ടി അതൊക്കെ വെച്ചേക്കണം. മുറിയാണെങ്കിലും ഇങ്ങനത്തെ കുറേ പരിപാടിയുള്ള കാരണം അധികം സാധനം പുറത്തൊന്നും മെനകേടാവണില്ല. ആ ഒരു ഗുണം ഉണ്ടായിരുന്നു ഈ വീട്ടിന്. സോ ഇനി പോകാൻ പോണ വീട്ടിൽ നമ്മൾ കണ്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ചെല്ലുമ്പോൾ ആ വീട് അവിടെ നമ്മളൊരു എല്ലാവരും റൂം സിംഗിളൊക്കെ ആയിട്ട് എടുത്തേക്കണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുറിയാണ്. അപ്പോൾ ഇതിൻ്റെ അത്ര സെറ്റപ്പ് കിട്ടിയാലെങ്കിലും നല്ല രസമുണ്ട് കണ്ടിട്ട്. കാരണം പിന്നെ നമ്മളവിടെ ഒതുക്കി. ഞാൻ കുറേ പ്രോപ്പർട്ടി പോയി. ഞാൻ ഈ ഷാർട്ട് ബെല്ലിലൊക്കെ ഒരു പ്രോപ്പർട്ടി പോയി. അവിടെ ചെന്നപ്പോൾ അതൊരു ബംഗാളി ഏരിയ. എൻ്റെ പുന്നളിയ മുംബൈയിലെ ഫ്ലാറ്റിൽ കയറണം ഒരു അവസ്ഥയില്ല. മുംബൈയിലൊരു സ്ട്രീറ്റ്, അങ്ങനത്തെ ഒരു കോളനി ഫ്ലാറ്റ്, അയ്യോ അന്യായം. ഇതൊക്കെ ലണ്ടനിലാന്ന് പറയുമ്പോൾ നമ്മൾ അതിശയിച്ച് പോകണം. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വീട് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാട്ടോ. പൊന്നു എന്നിട്ട് അതിന് എന്താ ഡബിൾ റൂം നമ്മളെ മൊത്തത്തിലെടുക്കാന്ന് ഓർത്താം. പക്ഷേ ഡബിൾ റൂമിനൊക്കെ അമ്മ 850 എക്സ്ക്ലൂഡിങ് ബിൽസ്. ഇത് നമുക്ക് ബിൽസ് ഇൻക്ലൂഡഡ് ആട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ച സാധനം കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ സാധനം ഹീറ്ററാണ്, മനസ്സിലാവും. ഇത് ഇപ്പോൾ വിൻ്ററായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വിൻ്ററായി തുടങ്ങുമ്പോൾ ഈ സാധനം നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നത് അന്യായമാണ് കേട്ടോ. ആയിട്ടുള്ളവർക്ക് പണിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാ റൂമിലും എല്ലാവരും ഓണാക്കും. അപ്പോൾ ഇത് ഓണാക്കുമ്പോൾ ബിൽസും കയറും, ഗ്യാസും കയറും. ഇതിനകത്ത് വന്നത് ഇത് ബോയിലിംഗ് വാട്ടറാണ്. അപ്പോൾ വാട്ടർ ബോയിൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ചിലയിടത്ത് ഗ്യാസാണ്, ചിലയിടത്ത് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ടിൽ കയറിയിരിക്കും നല്ല രീതിക്ക്. അപ്പോൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോക്കാൻ നോക്കുക, അല്ലാത്ത പക്ഷം പെടും. അതാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ എക്സ്ക്ലൂഡഡ് ആക്കാൻ പോണ കാര്യം അതാണ്. അതായത് വിൻ്ററിൽ ഇവർക്ക് അറിയാം അത്യാവശ്യം നല്ല രീതിക്ക് ചാർജ് കയറും. പിന്നെ സമ്മറിലാകുമ്പോഴായിരിക്കും ഞാനിവിടെ പുതിയ കണ്ടാണ് കുറേ പേരൊക്കെ ബിൽസ് ഇൻക്ലൂഡഡ് ആക്കാന്ന് പറയാം. അപ്പോൾ അവർക്ക് വലിയ ചിലവ് തന്നെയില്ല. മറ്റേ ഹീറ്റർ ഓൺ ആക്കിയാലോ അതൊന്നും ഓൺ ആക്കിയാലോ. സോ അല്ലാത്ത പക്ഷം ഇത് മാത്രമല്ല, മറ്റേ നമ്മൾ കുളിക്കുമ്പോൾ ഉള്ള വാട്ടർ ഇല്ലേ, അതും നമ്മൾ ചൂടുവെള്ളം യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനും ബിൽസ് കയറുന്ന ഇവർക്കറിയാം. ബിസിനസ് ട്രിക്കാണ്. സോ ഗോ ടു ഇൻക്ലൂഡഡ് ബിൽസ് ഹൗസ്. ഓക്കെ, വാട്ട് ഇംഗ്ലീഷ്. പിന്നെ എന്നതാ ഗൈസ്, പിന്നെ നിങ്ങളോട് പറയാൻ തരാം വേറെ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ വണ്ടിയൊന്നും ഇല്ലെന്ന് വെച്ചോ. സപ്പോസ് ഇപ്പം എത്ര സാധനങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഒറ്റക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ ഇങ്ങനത്തെ ഇതിനു വേണ്ടി ഞാൻ ആപ്പ് പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ചൊരു തിരക്ക് പിടിച്ചെടുത്തതാണ്. നെക്സ്റ്റ് ഡോർ എന്നാണ് പറയണത്, ഇവിടെ കൊടുത്തേക്കാം നെക്സ്റ്റ് ഡോർ. അപ്പോൾ ഈ ആപ്പിനകത്ത് ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, ഇന്ന പോലെ എനിക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഒരു വാൻ വേണം. ചുമ്മാ ഇട്ടതാ, ചറു പറയാം മെസ്സേജ് വേണ്ട. അതും നമുക്ക് അഫോർഡബിൾ റേറ്റിന് എല്ലാവരോടും ചോദിച്ചിട്ട് മനസ്സിലാക്കി ഏർക്കാണോ കുറവ് അത് നോക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കി പരിപാടികളിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുക്കിപ്പറിക്കാൻ ഗൈസ് ഇത് പെട്ടെന്ന് തുടങ്ങുമെന്ന് അറിയത്തില്ല. കുറേ സാധനങ്ങളുണ്ട്. ബൈ ദ വേ എനിക്കൊരു 5-6 പെട്ടി ഉണ്ട്. ഞാൻ 2 തവണ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് ഒരു പെട്ടി ഇവിടെ ഇട്ടേച്ച് പോയി, പിന്നെ വേറെ 2 കൊണ്ടുവന്നു. അങ്ങനെ എന്തൊക്കെയാണ്, കാരണം ഒരു 5-6 ഉണ്ട് കയ്യിൽ. എന്നാ ചെയ്യാനല്ലേ. ആ കുഞ്ഞിക്ക റൂം കണ്ടത് എൻ്റെ പകുതി. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വലിച്ചെടുക്കുന്ന പറഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല, പഴയ പൂഞ്ഞിക്കരയാണ്. ചുമ്മാതെ ഗൈസ്. ബൈ ദ വേ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നമ്മളിതങ്ങ് ഓടിച്ചു വിടുകയാണ് ഗൈസ്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സായിപ്പന്മാരുടെ ടെക്നോളജിയാണ്. ഈ ടെക്നോളജി എങ്ങനെ മടക്കി വെക്കുന്നുള്ള കണ്ടുപിടുത്തത്തിലാണ് ഞാൻ കുറേ നേരം. ഈ പുല്ലാണ്, ഇത് മടങ്ങി നേരെ ഇരിക്കും പേപ്പർ പോലെ, പക്ഷേ ഇത് വലിയ പണിയാണ് കേസ്. അവസാനം ഞാനത് കണ്ടുപിടിച്ചു എങ്ങനെയൊക്കെയോ വെച്ച്. കണ്ടില്ലേ, ഇതിപ്പം ഞാൻ കയ്യിലെടുത്തേക്കുന്ന സാധനമാണ് ഗൈസ്. ആ സ്റ്റാൻഡ് പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ, ഒരു കമ്പി പോലെ. അത് ശരിക്കും ഒരു വാട്ടർ പോലെ സെറ്റ് ചെയ്യാനുള്ള സാധനമായിരുന്നു, പക്ഷേ ഞാനത് തുണി ഉണക്കാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മൂടാനുള്ളൊരു സംഭവമായിരുന്നു ഇത്. ഇപ്പം ഇനി ഇതാവശ്യമൊന്നുമില്ല, ഇതെടുത്ത് ഊരക്കള, എനിക്ക് അതിൻ്റെ താല്പര്യമില്ല വെക്കാനായിട്ട്. അപ്പോൾ അത് മടക്കി കൂട്ടി കളഞ്ഞു. പക്ഷെ നമ്മൾ ഈ കമ്പി എടുക്കും കേട്ടോ. കമ്പി എന്താണെങ്കിലും തുണികളൊക്കെ നല്ല സൂപ്പർ സാധനമാണ്. അങ്ങോട്ട് കുറേ തുണി പൊക്കം വരെ അങ്ങ് ചെയ്യുകയും ചെയ്യും. അത് കാരണം വിഷയമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ചെറുതാക്കിയൊക്കെ എടുക്കാം. ഇതാണ് ഈസി ടു ക്യാരി ആയിട്ടാണ്, കണ്ടില്ല. ഇങ്ങനെ ഓരോ കമ്പി വെച്ച് ഊരിയിട്ട് എടുക്കാം. പിന്നെ അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് സംഭവം സെറ്റാക്കിയാൽ മതി. അത് കാരണം ഞാനിതങ്ങ് എടുക്കുകയാണ്. നമുക്ക് പെട്ടിക്കകത്ത് വെച്ചേക്കാം. ബൈ ദ വേ നമ്മളിപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കുറേയൊക്കെ സെറ്റാക്കി, കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അത് നമുക്ക് കവറിലൊക്കെ ആക്കണം. ഇത്രയും പെട്ടികളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, 2-3 ജാക്കറ്റ് ഉണ്ട്. ഇത് എൻ്റെ മാത്രമല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടി ഉണ്ട് കുറച്ച് സാധനങ്ങൾ. അപ്പോൾ നമ്മൾ വർക്കിന് പോയി, അപ്പോൾ അവനും കുറച്ച് എന്നെ സഹായിച്ചിട്ടാണ് പോയത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് ഇതൊക്കെ ഇഞ്ഞ് താഴെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ വണ്ടി വരുമ്പോൾ നമ്മളിത് ഫുള്ളും കയറ്റിയാണ്. വലിയ സാധനങ്ങൾ, ടേബിളും ഇതൊക്കെ ഇങ്ങനെ കയറ്റുമോ എന്തോ. ഇത് പൊളിച്ചെടുക്കണം, ഇതൊക്കെ പണിയാണ്. അതൊക്കെ നേരെ തന്നെ എടുത്ത് വെക്കാമെന്ന് ഓർത്ത്.
പിന്നെ വേറെ എന്തുവാ ഇനി ഞാൻ കാണിച്ചു തരാം കേസ്. ഇത് മൊത്തം മാറ്റി. ഇനി ഈ സാധനങ്ങൾ മൊത്തം നമുക്ക് താഴെ കൊണ്ടുപോയി വെക്കണം കേസ്. താഴെയാണ് വണ്ടി വരുന്നത്. വണ്ടി വരുമ്പോൾ ഓടിച്ചാടി ഇവിടെ നിന്ന് എടുത്ത് പോകുമെന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല. കുറച്ച് പണിയാണ്. സ്റ്റെയറൊക്കെ ചെറുതാണ്, നമ്മൾ നോക്കി വേണം ഇറങ്ങാൻ. ഇത് മൊത്തം ഞാൻ താഴെ ഇപ്പോൾ നമ്മൾ കുറേ ഒതുക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ല? അത് മൊത്തം നമ്മുടെ പെട്ടിയാട്ടോ. ഏത് കുറേ ഉണ്ട്, കുറേ സാധനങ്ങൾ. ഇവിടെ വരുമ്പോൾ കോക്ക് BLR അതൊക്കെ പണ്ടത്തെ സാധനം കേട്ടോ, വിട്ടുകളെ. ഇനി റൂമിൽ കുറച്ച് സാധനങ്ങളും ഉണ്ട്, അതും കൂടി മാറ്റി നമുക്ക് താഴെ ആക്കേണ്ടതാണ്. നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ താഴെ ആക്കിയിട്ടുണ്ട്. എല്ലാവരുടെ പെട്ടിയൊക്കെ ഉണ്ട്. ടൂർ പോണ പോലെ പോണത്. ബക്കറ്റ് പഴനി ഏത് ഐറ്റം? ഓക്കെ റെഡിയല്ലേ? 1 2 3. ഒരു പ്രാവശ്യം കൂടി ഞാൻ എണ്ണില്ല ഗൈസ്, ഒന്നുകൂടി. 1 2 3. ക്ലീനാക്കിയും വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ബൈ ദ വേ നമുക്കൊന്ന് വാക്യൂമും ക്ലീനും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഓൾ സെറ്റ്. പിന്നെ അല്ല നമ്മളറിയുമ്പോൾ നമ്മുടെ മുറിയൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് കിട്ടിയല്ലേ, അതുകൊണ്ട് മാത്രം പക്കയാക്കി ക്ലീനാക്കിയും വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഒന്നുമില്ല, ഇതൊക്കെ പറിച്ചൊക്കെ എടുത്ത സാധനമൊക്കെ അങ്ങനെ ഫുൾ ക്ലീൻ. ഇതെനിക്ക് പറിക്കാൻ പറ്റില്ല ഗൈസ്. ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് RGBൻ്റെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്, അതിൻ്റെ റിമോട്ട്. പക്ഷേ ഇതിന് ഇവിടെ നിന്ന് പൊളിച്ച് കഴിഞ്ഞാൽ പണിയായത്. ഞാൻ ചുറ്റുമുണ്ട്, കണ്ടോ? ഞാനിങ്ങനെ ചുറ്റും സെറ്റാക്കി വെച്ചതായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ടാറ്റ് പറഞ്ഞ് പോവുകയാണ് ഗൈസ്. ഞാൻ അടുത്ത വീട്ടിലായിട്ട്. പുല്ല് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ വീടുമല്ല. എന്തായാലും പോട്ടെ, നമുക്ക് പുതിയ വീട്ടിൽ ചെന്നിട്ട് ബാക്കി പരിപാടി. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ വാനിൽ കയറ്റിയിട്ടുണ്ടാവും. കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ കുറച്ച് തെറുതി ഉണ്ടായി. നമ്മൾ 1 ഹവറിൻ്റെ വാനെ ബുക്ക് ചെയ്തത്. 1 ഹവറിന് പൊക്കത്ത് പോയി കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി ഞാൻ 60 കൊണ്ട് കൊടുത്തിട്ടാണ് ഇന്ന ടീമിനെ ഞാൻ വിളിച്ച് വരുത്തിയത്. ഇനി ഈ 1 മണിക്കൂറിന് പൊക്കത്ത് പോയാൽ അവന് പിന്നെയും ഒരു 60 കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 മണിക്കൂറിൻ്റെ കാശാവും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. 60 തന്നെ കിട്ടിയത് ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ വില പേശിയാണ് ഈ വാൻ കിട്ടിയത്. ആദ്യമേ പറഞ്ഞ ഒരു മിനിമം 2 അവർ വേണമെന്ന് പറഞ്ഞിട്ട് 55 കൊണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് 1 അവർ മതി, അങ്ങനെയാണ് 60 കൊണ്ടാവും പറഞ്ഞു. ഓക്കെ 1 അവർ മതി, 60 കൊണ്ട് ഓക്കെ സെറ്റ്. ബാക്കി ചിലവരൊക്കെ 100 150 കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് കയറുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബൈ ദ വേ ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന ഷാഡ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അതിൻ്റെ പൊക്കം അങ്ങനെയാണ് ഇരിക്കുന്നത്. അവർ മറന്നുപോയതാണോ പണിയാ എനിക്കറിയത്തില്ല. ഇതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കാണുമായിരിക്കും. പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയൊരു ബുർജ് ഖലീഫ ടച്ചൊക്കെ ഉണ്ട്. എന്താല്ലേ നമ്മളിത് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഷാഡിൻ്റെ ഇതുവഴി പോയിട്ട് നേരെ മറ്റേ ടവർ ബ്രിഡ്ജൊക്കെ ടച്ച് ചെയ്തിട്ടാട്ടോ പോണത്. ടവർ ബ്രിഡ്ജ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബൈ ദ വേ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യാനുള്ള ആ കാണുന്ന സ്കൈ ഗാർഡൻ. പിന്നെ എല്ലാം അത് മുട്ട പോലത്തെ ബിൽഡിങ്, എന്തൊരു പേരുണ്ട് അത് ഞാൻ മറന്നു എൻ്റെ ഒരു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്നതാണ് ടവർ കാസ്റ്റിൽ എന്ന് പറഞ്ഞൊരു സംഭവം. കാസ്റ്റിലാണ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന കാസ്റ്റിലാവാം, അല്ലാണ്ട് അവരും അത് പണിയല്ലോ. ഈ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. നിങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചിട്ടിരിക്കുന്ന ആ ഒരു ഐറ്റാണിത്. മാക്സിമം ഈ പുറത്തുള്ളവരൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന്. പക്ഷേ ഇതല്ല ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വലിയ മെനയൊന്നുമില്ല. ഇതാണ് മെനയുള്ളത്. ഇവനാണ് ടവർ ബ്രിഡ്ജ്. അപ്പോൾ ആർക്കും മാറിപ്പോരുത്, ഇവൻ ടവർ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വേറെയാണ്. ഓക്കെ, ഇതൊക്കെ പൊങ്ങിയൊക്കെ വരും കേട്ടോ. അടിക്കുന്ന മറ്റേ കപ്പല ഷിപ്പ് എന്തെങ്കിലുമൊക്കെ കപ്പല ഷിപ്പ് ഒന്നാലേ സോറി ഗൈസ്, ചെറിയൊരു എന്നാ പറയാനേ ജ്ഞാനത്തിൻ്റെ കുറവാണ്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ താഴെ കൂടി ബോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ സംഭവം പൊങ്ങി വരും. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റി വിടില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റും. ടോപ്പിൽ കയറണതിന് എന്തോ കാശ് കൊടുക്കണമെന്നാണ് തോന്നുന്നത്. ഫ്രീ ആണോ? അല്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒന്നും ഫ്രീ അല്ല. അപ്പോൾ പൊതുവെ അറിയാമല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ യാത്ര കണ്ടോളൂ. ഏത് യാത്രാമാൻ സ്പൾബറിനൊപ്പം മല്ലു ഷെർലോക്ക് കണ്ടോളൂ ഗൈസ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഗൈസ്. ബൈ ദ വേ ഇതാട്ടോ വാൻ. ആദ്യം എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത്യാവശ്യം വലിയ വാനാട്ടോ, കണ്ടില്ലേ? അത്യാവശ്യം വലിയ വാൻ. ഇതാണ് നമ്മുടെ വീട്. ഇനി നമ്മുടെ സ്പൾബർ സാർ വന്ന് സംഭവം തുറന്ന് നമുക്ക് പെട്ടിയൊക്കെ ഇറക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം പെട്ടിയൊക്കെ ഇതേ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ സ്പൾബർ സാറിൻ്റെ പേയ്മെൻറ്റും ഡീലാക്കി സ്പൾബർ സാറിന് ടാറ്റയും പറഞ്ഞ് നമ്മൾ പോയി. ഇനി ഇത് മൊത്തം നമുക്ക് പൊക്കത്ത് തരണം ഗൈസ്. നമ്മുടെ റൂമിലൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൊത്തം അടുക്കി ഒതുക്കി വെക്കണം. ഇല്ല അവിടെയൊക്കെ എനിക്കറിയത്തില്ല. ഇനി ബെഡൊക്കെ നേരെയാക്കണം. നമ്മുടേതായ രീതിക്ക് കൊണ്ടുവരാനാണ് ഏറ്റവും പാട്. ഇത് കണ്ടില്ലേ ഗൈസ്, ഒരു കൂന കൂട്ടി ഇട്ടേക്കാണ്. അപ്പോൾ ഇതാട്ടെ നമ്മുടെ പുതിയ റൂമിൻ്റെ വിൻഡോ ഉണ്ടോ? വിൻഡോൻ്റെ അപ്പുറത്ത് പാർക്കാട്ടോ ഗൈസ്. ഏത് കാശ് പോട്ടെ, പവർ വരട്ടെ.
അങ്ങനെ നമ്മുടെ റൂമെല്ലാം സെറ്റാക്കി ഗൈസ്. കണ്ടില്ലേ, നമ്മൾ ബെഡ് ഇങ്ങനെ ഇട്ടത് ഇങ്ങനെയായിരുന്നു കിടന്ന് വെച്ചാൽ അതിപ്പോൾ നേരെ ഇട്ട് അപ്പോഴാണ് ഒന്നുകൂടെ സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ നടക്കാനൊരു സ്പേസ് വേണം, അത് കാരണമാണ്. പിന്നെ നമ്മുടെ വിൻഡോ കർട്ടൻ അറിയാമല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പുറത്ത് പാർക്കാണ്, നല്ല വ്യൂ ഒക്കെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ആണ്. പിന്നെ സ്ഥലം തന്നെ ഡെത്ത് ഫോളിലാട്ടോ. പിന്നെ നമുക്ക് സാധനം കിട്ടി. പിന്നെ നമ്മുടെ ടേബിൾ നമ്മൾ സെറ്റാക്കി, പിന്നെ ചെയറും ഇതും പെട്ടിയൊക്കെ ഇവിടെ വെച്ച്. നമ്മുടെ അലക്സ അവിടെ ഉണ്ട്. ഹേ അലക്സ. Sorry, I'm having trouble connecting to the internet. It looks like there's an issue with the router. Try restarting them. Unplug both of them, then plug the router back in. Wait 30 seconds. Once the router is back on and connected to the internet. കാരണം വെച്ചാൽ നേരത്തെ അവിടെ വൈഫൈ ഉണ്ടായിരുന്നു, അവിടെ വൈഫൈ ഇല്ല. ഇത് പുതിയ വീടാണ്, പുള്ളി ഇനി 2-3 ദിവസത്തിൽ വെക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കാരണം അലക്സ ഡെഡ് ആയിരിക്കുകയാണ്, അതാണ് കിടന്ന് കീറുന്നത്, നെറ്റില്ല. പെട്ടിയൊക്കെ സെറ്റാക്കി. പിന്നെ അവിടെ പെട്ടി വെക്കാൻ വേറെ റൂം പറയില്ല, സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റൂമില്ലാത്ത നമ്മൾ അവിടെ ഇവിടെയൊക്കെ അത് കാലിപ്പെട്ടിയാട്ടോ, മറിഞ്ഞ് വീഴുന്ന് പേടിക്കേണ്ട. പിന്നെ ചെറിയ പെട്ടിയൊക്കെ അതിൻ്റെ അടിയിൽ വെച്ച്. പിന്നെ അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയില്ല, ഇത് അവിടെ കുറച്ച് വലിപ്പത്തിലുണ്ടാക്കി. ഇവിടെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു നാരോ ആക്കി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം തുണിയൊക്കെ പിടിച്ചിട്ട് അതൊന്നും നോക്കണ്ട. അത് എൻ്റെ കുറച്ച് അലക്കി കൊണ്ടുവരാൻ മടിയായിരുന്നു. ഇവിടെ വന്നിട്ടാണ് പിന്നെ അലക്കി ഉണക്കിയത്. അപ്പോൾ ബാക്കി ഞാൻ പറയാം ഗൈസ്. അങ്ങനെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് ആണ്. ഉറക്കമൊന്നും ശരിയായില്ല, ഉള്ള കാര്യം പറയാം. ബെഡ് മാറി കിടന്നതിൻ്റെയാണ്. ഇത് ഒരുമാതിരി കൊണച്ച ബ്രെഡാണ് ഉള്ളത് പറയാമല്ലോ. സ്പ്രിങ് ആണ്. അവിടുത്തെ കുറച്ചും കൂടി നല്ല ഹാർഡായിട്ടുള്ള ഹാർഡായിട്ടുള്ള ബെഡാണ്. ഓക്കെ, സോ അതല്ല ഞാനിതിപ്പോൾ എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഉറക്കം എഴുന്നിട്ട് ഞാൻ ജനലിൽ കൂടി പുറത്ത് നോക്കിയപ്പോൾ ഉള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി വലിയ റൂം വേണം, തേങ്ങ വേണം, മാങ്ങ വേണം. അപ്പോൾ ഒരു പയ്യനില്ല റോട്ടിൽ മുറ്റത്തിരുന്ന് ഞാൻ കാണിച്ചു തരാവേ. നോക്ക് ഗൈസ്, അവൻ ലാപ്പൊക്കെ തുറന്നു വെച്ച് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, അവൻ സമ്മതിക്കണ്ടേ? അവൻ കണ്ടില്ലേ, അവന് ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. ഇത്രയും ആത്മാർത്ഥതയോടെ അവൻ എന്നെ പഠിക്കണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവൻ്റെ ആ ഡെഡിക്കേഷൻ മോനെ എന്താ അല്ലേ. ഈ കർട്ടൻ്റെ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കർട്ടനൊക്കെ വേണം, കർട്ടനൊന്നും ഇല്ലാണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയല്ലേ ഇത്. അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.